ഫൈറ്റിംഗ് സ്റ്റാൻസ്. നമുക്ക് എല്ലാ ടെക്നിക്സും ഏറ്റവും കംഫർട്ടായി ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ് ഫൈറ്റിംഗ് സ്റ്റാൻസ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. നമ്പർ 1, ഫുട്ട് പ്ലേസ്മെന്റ്. ബേസ് ലെങ്ത് കൂടുന്തോറും ബാലൻസ് കൂടും. അതുകൊണ്ടാണ് ഈ റെസ്ലേഴ്സ് ഒക്കെ കുറച്ച് വൈഡ് സ്റ്റാൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല ഡിസ്റ്റൻസിൽ ഹെഡ് മൂവ് ചെയ്യാനും ഈ വൈഡ് സ്റ്റാൻസ് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്സ് ആൻഡ് റോളൊക്കെ ചെയ്യാം. പക്ഷെ ഓവർ വൈഡ് ആക്കി മൂവ് ചെയ്യാൻ പറ്റാണ്ടാക്കരുത്. പിന്നെ ഈ വൈഡ് സ്റ്റാൻസിന് കാല് പൊക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് കിക്ക് ചെയ്യാനോ അത് കാല് പൊക്കി ബ്ലോക്ക് ചെയ്യാനോ ഷോർട്ട് സ്റ്റാൻസ് ആണ് കുറച്ച് നല്ലത്. അതുകൊണ്ടാണ് ഈ മുവൈത്തെ ഫൈറ്റേഴ്സ് ഒക്കെ ഷോർട്ട് സ്റ്റാൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആവശ്യം അനുസരിച്ച് തീരുമാനിക്കാം വൈഡ് വേണോ ഷോർട്ട് വേണോ. ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ഡിസ്റ്റൻസ് വയ്ക്കുക. ഇനി കാലുകൾ തമ്മിലുള്ള ആംഗിൾ. ഈ ഫുട്ബോളിൽ ഗോളി സൈഡ് ടു സൈഡ് മൂവ്മെന്റിന് വേണ്ടി സൈഡ് ടു സൈഡ് കാല് വെച്ചു. പക്ഷേ ഈ ഫെൻസേഴ്സ് ആണെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റിന് വേണ്ടി ബാക്കിൽ ഒരു കാലും ഫ്രണ്ടിൽ ഒരു കാലും വെക്കും. അപ്പൊ എല്ലാ ഡയറക്ഷനും മൂവ് ചെയ്യേണ്ട ഫൈറ്റേഴ്സോ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഡയഗണൽ ആംഗിൾ വെക്കണം. അതേപോലെ റിയർ ഫൂട്ടും ഡയഗണൽ ആംഗിൾ വെക്കുമ്പോൾ ബേസ് സ്ട്രോങ്. പിന്നെ രണ്ട് സൈഡിൽ നിന്നുള്ള കിക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ഫൂട്ട് ഫ്രണ്ടിലോട്ട് പോയിന്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ബോക്സിംഗ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പകരം കുറച്ചുള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മളെ ബൗൺസിങ്ങും ഫൂട്ട് വർക്കും ഒക്കെ ഒന്ന് സ്മൂത്ത് ആവും. പോയിന്റ് നമ്പർ 2, നീ പൊസിഷൻ. ഈ ഫുട്ബോളിലൊക്കെ ഗോളികൾ ചെറുതായി മുട്ട് മടക്കിയിട്ടല്ലേ നിൽക്കുക. അത് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേ സംഭവം നമ്മൾ വെടിയും ചെയ്യണം, പക്ഷെ ഓവറാക്കി ചളാക്കരുത്. നമ്പർ 3, അപ്പർ ബോഡി പൊസിഷൻ. നമ്മൾ ഈ കുഞ്ഞു കൈ വെച്ചിട്ട് ഇത്രയും വലിയ ബോഡിയും ഫേസും കവർ ആണെങ്കിൽ ഇങ്ങനെ നെഞ്ച് വിരിച്ചാൽ പറ്റൂല. ബോഡി ഒന്ന് ചെറുതാക്കുക, എന്നാൽ ടൈറ്റ് ഒന്നും വേണ്ടല്ലോ. ഈ ഹോംവർക്ക് ചെയ്യാത്തിന് ടീച്ചർ വിളിച്ചാൽ നമ്മൾ നിൽക്കൂലേ, അതേപോലെ. നമ്പർ 4, ഹാൻഡ് പൊസിഷൻ. കൈ വെച്ച് അപ്പർ ബോഡി പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ഈ ലീഡ് ഹാൻഡിന്റെ പ്ലേസ്മെന്റ് അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗാർഡ്സ് ഉണ്ടാവും. പല സ്റ്റാൻസിനും പല ഗുണങ്ങളാണ്. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് അത് യൂസ് ചെയ്യണം. എക്സാമ്പിൾ ലോങ് ഗാർഡ്, ഹൈ ഗാർഡ്, ക്ലോസ് ഗാർഡ്, ഫിലീഷ്യൽ, അങ്ങനെ. ഇനി ലീഡ് ഹാൻഡ് സെന്ററിൽ വെച്ചാൽ എല്ലാ സ്റ്റാൻസിലേക്കും പെട്ടെന്ന് മാറാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ബേസിക് സ്റ്റാൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്പർ 5, തല. ഇതുപോലെ നെക്ക് പെട്ടെന്ന് എൻഗേജ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ പെട്ടെന്ന് നോക്കൗട്ട് ആവും. അതുകൊണ്ട് ചിന്നൊന്ന് ടക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് സ്റ്റാൻസ്. പിന്നെ ഫൈറ്റിംഗ് ഈസ് ആൻ ആർട്ട്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു പെൻസിൽ നിങ്ങളെ കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. അവിടെ കംപ്ലീറ്റ് ഫ്രീഡം ആണ്. ഒരു ഫൈറ്റിൽ ഈ ഐഡിയാസ് ആണ് നിങ്ങളെ പെൻസിൽ. അത് നിങ്ങൾക്ക് വേണ്ട പോലെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഗാർഡ് ഇല്ലാണ്ട് വന്നാലും ഒരു കുഴപ്പമില്ല. ഇഫ് യു നോ ദ റൂൾ യു ക്യാൻ ബ്രേക്ക് ദ റൂൾ.